മിസ്റ്റർ മേസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ അച്ചാർ റെസിപ്പി, പച്ചമുളക് അച്ചാർ റെസിപ്പി. അപ്പോൾ ചിലവ് കുറഞ്ഞതും ഏറ്റവും സ്വാദിഷ്ടവുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. പച്ചമുളക്, പുളി വെള്ളത്തിലിട്ട് കുതിർത്തത്, ശർക്കര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, കടുക്, വെളുത്തുള്ളി, ഉലുവ, ഉപ്പ്, കറിവേപ്പില, കായം. അപ്പോൾ നമുക്ക് ആദ്യം മുളക് ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ മുളകെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിലേക്ക് ആവി കയറ്റാനായിട്ടിടാം. നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിനകത്താണ് ആവി കയറ്റണത്. ഒരു 10 മിനിറ്റ് ആവി കയറ്റണം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ആവി കയറ്റാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അച്ചാർ പ്രിപ്പറേഷനിലോട്ട് കിടക്കുവാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, തീ എത്തിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അതിവിടെ ഓവറായിട്ട് മൂപ്പിക്കരുത്, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അച്ചാറായതുകൊണ്ട് ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടത്തിനിടാം, കൂട്ടി വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് നമ്മുടെ ശർക്കര, മധുരം എങ്ങനെയാണോ നിങ്ങൾക്ക് ആ രീതിക്ക് ശർക്കര ചേർക്കാം. ഇളകി കൊടുക്കുക. എനിക്ക് മധുരം ഇച്ചിരി കൂടുതലുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ശർക്കര ഇച്ചിരി ചേർത്തിട്ടുണ്ട്. മധുരം ഇടണം, മധുരം ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്ക ടേസ്റ്റ് കിട്ടത്തില്ല. എന്തായാലും ശർക്കര ശകലമെങ്കിലും ചേർക്കണം. തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കര തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിനി തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. വെള്ളം ഒന്ന് വറ്റിക്കണം. ഇതിലേക്ക് ഇനി അവസാനം കായം ചേർത്ത് കൊടുക്കുക. കായം ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റിക്കണം, അല്ലെങ്കിൽ നല്ലോണം ഇരുന്ന് കുറുവും. അപ്പോൾ നമ്മുടെ മുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിയുണ്ട്, പുളിപ്പുണ്ട്, മധുരമുണ്ട്, നല്ല പക്കാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ടേസ്റ്റ്. അപ്പം ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.